സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോര് വീണ്ടും. തൻ്റെ ജോലി ചെയ്യുന്നതിൽ നിന്നും ആർക്കും തടയാനാകില്ലെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും സർവകലാശാലകൾ പ്രതിനിധികളെ തന്നില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം. നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. 6 സർവകലാശാലകളിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ VC നിയമനത്തിനായി 2 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ പോരിന് ഇടയാക്കിയത്. സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെ ഗവർണർ ന്യായീകരിച്ചു. കേരളത്തിലെ 10-ലധികം സർവകലാശാലകളിൽ VCമാരില്ല, തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. VC നിയമനവുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. ഇതേ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പുതിയ സെർച്ച് കമ്മിറ്റികൾ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് സർക്കാർ വാദം. നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. സർവകലാശാലകൾ സിൻഡിക്കേറ്റ് തലത്തിൽ കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.